ഇന്നലെ ഒരു കുഴിമൂടൽ, അതായത് ആർട്ടിസ്റ്റ് ശശികല ഇടപെട്ട് ഒരു തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പാണ് നമുക്ക് അവിടെ വലിയൊരു കുഴിയൊക്കെ രൂപപ്പെട്ട് അല്ലെങ്കിൽ കുഴിയൊക്കെ പണിതിച്ച് കണ്ടത്. അപ്പോൾ ഇന്നലെക്കാണ് അതൊക്കെ മൂടുന്നത്. ഞാൻ 2 ദിവസമായിട്ട് സ്ഥലത്തില്ല. ഇതിൻ്റെ ജില്ലാ കളക്ടർ, അതായത് കളക്ടറേറ്റ് കോംപ്ലക്സ് ആണ്, അതിൻ്റെ കോമ്പൗണ്ടാണ്. ജില്ലാ കളക്ടർ നേരിട്ട് ഉത്തരവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മൂടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM ദേശാഭിമാനിയും കഥയറിയാതെ ആട്ടം കാണുന്ന സ്വഭാവമാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലക്കകത്ത് നടക്കുന്ന ഓരോ പ്രവൃത്തിയും നോക്കിയാൽ ഒരു കാഴ്ചപ്പാടുമില്ലാതെ പൊതു ഫണ്ട് ദുർവ്യയം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ മുമ്പാണ് കണ്ണൂർ മണ്ഡലത്തിലെ നിലവിലുള്ള പ്രവൃത്തികളുടെ ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്ത കാര്യങ്ങളെത്തി. 2021 മുതലുള്ള പല പദ്ധതികളും ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ, ചിലത് അനാവശ്യമായ പദ്ധതികളാണ്, ചിലത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഓരോ സ്ഥലത്തും സർക്കാർ ഫണ്ട് പല രൂപത്തിൽ എഴുതി ഓരോ വികൃതമായ ഒരു പദ്ധതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യമായി നമ്മൾ ചെലവഴിക്കുന്നത് ഒരു ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുള്ള ഫണ്ടാണെന്ന് ബോധ്യമുണ്ട്. ഇതൊന്നും ചെയ്യില്ല. നമുക്ക് ടൗൺ സ്ക്വയറിൻ്റെ ചരിത്രം ഒന്ന് നോക്കിയാൽ മതി. അതൊരു മനോഹരമായ ജനങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്ന വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. വാഹനം പാർക്ക് ചെയ്യാറുണ്ട് അവിടെ, ഗ്രൗണ്ടിൽ പലപ്പോഴും പരിപാടി നടക്കാറുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ അറിയപ്പെട്ടത് മൈതാനങ്ങളുടെ നാട് എന്നാണ്. ഒരുപാട് മൈതാനങ്ങളുണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വിധത്തിൽ, വിശ്രമിക്കാൻ പറ്റുന്ന വിധത്തിൽ, വലിയ വലിയ ഇവൻറ്റുകൾ നടത്താൻ പാകത്തിൽ. ഇന്ന് കണ്ണൂർ നഗരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഓരോ ഘട്ടത്തിലും ഓരോ താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തി അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങൾക്കൊരു ഒഴിഞ്ഞ ഒരു ആവശ്യമായ സ്ഥലം അനിവാര്യമല്ലേ? അപ്പോൾ ഇവിടെയുള്ള സ്ഥലം ഇപ്പോൾ ഓപ്പൺ ഓഡിറ്റോറിയം എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഓപ്പൺ ഓഡിറ്റോറിയം കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ഓഡിറ്റോറിയം ആക്കി മാറ്റുന്നതിന് മടിയൊന്നുമില്ല. അത് ഓഡിറ്റോറിയം തന്നെയാണല്ലോ, കുറച്ചുകൂടി സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞൊക്കെ മാറ്റാം. അപ്പം നമ്മൾ അങ്ങനെയുള്ള തുറസായ ഓപ്പൺ സ്പേസൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ജില്ലയിൽ കൊണ്ടുവരുമ്പോൾ അത് അത്തരം മേഖലയുമായി ബന്ധമുള്ള കുറച്ചാളുകളുടെയെങ്കിലും ചർച്ച ചെയ്യണം. എൻ്റെ മുമ്പിൽ ചില പദ്ധതികൾ വന്നപ്പോൾ ഇപ്പോഴും ഞാനത് പറഞ്ഞത് ജില്ലയിലെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളോട് കൂടി സംസാരിച്ചതിന് ശേഷം അന്തിമമാക്കാവുന്നതാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, മേലെ ചൊവ്വയിലെ മേൽപ്പാലത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ, ഒരാസൂത്രണവും ഇല്ലാതെ അങ്ങ് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നു, പിറ്റേന്ന് പിന്നെ ഇടയ്ക്കൊന്ന് പണി ആരംഭിക്കുന്നു. ഇപ്പോഴെന്തായി? 2017 അടിപ്പാത എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. 2023 6 വർഷം കഴിഞ്ഞപ്പോൾ അടിപ്പാതയല്ല, ഇനി മേൽപ്പാലമാണ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് കുറച്ച് ലാൻഡ് അക്വിസിഷൻ നടത്തുന്നു, വർഷങ്ങളോളമായി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു, അവിടെ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. ഇത് കഴിഞ്ഞ ശേഷമാണ് പറയുന്നത് അത് അടിപ്പാത പറ്റില്ല. അപ്പോൾ അത്രമാത്രം ഗൗരവം ആ കാര്യത്തിലുണ്ടായി. അപ്പം ഞാൻ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, അല്ലെങ്കിൽ ആരുടെങ്കിലും അഭിപ്രായം മാത്രം കേട്ടിട്ടല്ല, മറിച്ച് ഇതൊക്കെ ഒരു പൊതു ചർച്ച. സാധാരണഗതിയിൽ പറയാറുണ്ട് 2 heads ഈസ് ബെറ്റർ ദാൻ 1. അപ്പോൾ ഒന്നിലധികം തലകൾ ചേരുമ്പോൾ ചർച്ചയ്ക്ക് ഗതി മാറും. അപ്പോൾ ആ നിലയിലുള്ള ഒരു കാര്യവും ഇതിനകത്ത് ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഓരോ കാര്യത്തിലും എന്താണ് പ്രശ്നം എന്നത് നേരിട്ട് സംഭവ സ്ഥലത്ത് തന്നെ പോയി അവിടെ ഉള്ളവരുമായി ആശയവിനിമയം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു ചേർത്ത് അങ്ങനെയാണ് ഓരോ പ്രശ്നവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം നഗരത്തിലെ ഗതാഗത കുരുക്കുകൾ കുറച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ കാൽടെക്സിനടുത്തുള്ള അവിടെ കൾവെട്ട് തകർന്നതാണ്. അത് ഏകദേശം നമുക്കൊന്ന് യുദ്ധകാലടിസ്ഥാനം വളരെ വേഗത്തിൽ. തീർച്ചയായിട്ടും ആകെ പദ്ധതി അതിൻ്റെ പോരായ്മ ശ്രദ്ധയിൽപ്പെടുന്നത് ജൂലൈ മാസം 25, 26 ആ ഡേറ്റാണ്. അപ്പം തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്തു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്തു, അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറുകാരനെ വിളിച്ചു ചേർത്തു. അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി. അത് എങ്ങനെ നിർവഹിക്കാൻ പറ്റും. ഓണമാണ് വരുന്നത്, ആ ഓണത്തിന് മുൻപ് അത് പൂർത്തീകരിക്കണം എന്നതിനനുസരിച്ച് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കി. ആ ഷെഡ്യൂൾ പ്രകാരം വർക്ക് ആരംഭിച്ചു. അവർക്ക് നിർമ്മാണ കരാറുകാർക്ക് നിർദ്ദേശം കൊടുത്തത് ജൂലൈ മാസം 30-ന് മുൻപായിട്ട് 31-ന് മുൻപായിട്ട് അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കണം. 30-ന് മുൻപായിട്ട് 3 ആഴ്ച ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, 21 days. അങ്ങനെ വരുമ്പോൾ ആഗസ്റ്റ് 20-ന് പ്രവൃത്തി പൂർത്തീകരിച്ച് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കണം. ആ നിലയിൽ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടാണ് വർക്ക് ആരംഭിച്ചത്. ജൂലൈ 31 പറഞ്ഞെങ്കിലും ജൂലൈ 28-ന് മുമ്പ് പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇപ്പോൾ ക്യൂറിംഗ് പീരീഡാണ്.
ആഗസ്റ്റ് 20 എന്ന് പറഞ്ഞതിന് മുമ്പ് ആഗസ്റ്റ് 18 മുൻപ് തുറന്നു കൊടുക്കാൻ പാകത്തിൽ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. മേലേച്ചുവേലെ ഗതാഗതക്കുരുക്ക് എല്ലാ പ്രശ്നം പറഞ്ഞു. ഞാൻ എൻ്റെ ഈ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ആദ്യം ഇവിടെ വിളിച്ച യോഗം ആ മേലേച്ചുവേലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ബന്ധപ്പെട്ടവരുടെ യോഗമാണ്. എനിക്ക് തോന്നുന്നു മേലേച്ചുവേൽ ഇപ്പോൾ ആ റോഡ് വീതിയായപ്പോൾ തന്നെ ട്രാഫിക് ഒരുപാട് കുറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ മേലേച്ചുവേലെ നാഷണൽ ഹൈവേയുടെ ആളുകൾ, PW ആള്, വിശ്വസമുദ്ര, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, KWA, ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുകൊണ്ട് എല്ലാ ആളുകളെയും യോഗം ഈ ഹാളിനകത്ത് വിളിച്ചു ചേർത്തു. അവരോട് പറഞ്ഞു അതിനും വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കി. അന്ന് ആരംഭിക്കുന്നത് നമ്മുടെ ചർച്ച 13-ാം തീയതിയാണ് ഇവിടുത്തെ എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം, ജൂലൈ 13. 15-ാം തീയതി രാത്രിക്ക് മുമ്പായിട്ട് KWയുടെ പ്രവൃത്തി പൂർത്തീകരിക്കണം, KSCBയുടെ പോസ്റ്റ് മാറ്റം ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിക്കണം. 15-ാം തീയതി രാത്രി തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയോട് റോഡ് ആവശ്യമായ പ്രവൃത്തികൾ, അതായത് ടാറിങ് ഒഴികെയുള്ള എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിക്കണം. 16-ാം തീയതി രാത്രി ടാറിങ് പ്രവൃത്തി പൂർത്തീകരിക്കണം. ഇത് വർക്ക് ഷെഡ്യൂൾ അന്നുണ്ടാക്കിയാണ്. കാലാവസ്ഥ എതിരാണെങ്കിൽ മാത്രം വർക്കിന് മാറ്റം ഉണ്ടാകും. അതല്ലെങ്കിൽ, പ്രതികൂലമല്ലെങ്കിൽ ആ വർക്ക് 16-ാം തീയതി രാത്രി പൂർത്തീകരിച്ചിരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. 16-ാം തീയതി രാത്രി ഞാൻ ഉൾപ്പെടെ അവിടെ മുഴുവൻ സമയം നിന്നുകൊണ്ട് ടാറിങ് പൂർത്തിയാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി കലാശിച്ചു. ബാക്കിയെല്ലാം സമയബന്ധിതമായി നടന്നു. ആ 16-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഈ മേലേച്ചുവേലിൽ ഗതാഗതക്കുരുക്കില്ല. അപ്പം നമ്മൾ ഈ ഇടപെടുന്നതിൻ്റെ അകത്ത് ചില ആളുകൾക്ക് അസ്വസ്ഥതയാണ്. ഞാൻ മേലേച്ചുവേലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപം ഉണ്ടായപ്പോൾ ആ ആക്ഷേപമുള്ള ആളുകൾ യോഗം ചേർന്ന് ആ യോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി ആ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് സന്ദർശിച്ച സമയത്ത് തന്നെ സൈബർ സഖാക്കൾ നിലവിളി തുടങ്ങി. ഇത് കടന്നപ്പള്ളിയുടെ പ്രവൃത്തിയാണ്. കടന്നപ്പള്ളിയുടെ പ്രവൃത്തി മൊത്തം നോക്കിയാൽ മതി. അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെയാണ് ആരംഭിച്ചത്, എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ആ വർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ചില അനാവശ്യമായ കാര്യങ്ങൾ ഓരോന്നും ഇതിനകത്തുണ്ട്. അപ്പോൾ അതായത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചിലവ് അടിക്കുന്ന പണം അതൊന്ന് പൊതുപണമാണ് എന്ന ബോധ്യം കൊണ്ടാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ ജനങ്ങളാണ് എന്ന ബോധ്യം കൊണ്ടാണ്. ഞാൻ ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ OKUPS ഒടുക്കൊരു അടിപ്പാത വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളുകൾ സമരം ചെയ്യുകയാണ്. 5 വർഷം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ് തൊട്ടടുത്ത മണ്ഡലത്തിൽ. കണ്ണൂർ മണ്ഡലത്തിലേത് മന്ത്രിയാണ്. അതേ തൊട്ടപ്പുറം കേരളത്തിൻ്റെ സ്പീക്കറായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷം നിയന്ത്രിച്ചത് CPM ആണ്. കണ്ണൂരാണ് നിയന്ത്രിച്ചത് നേതാക്കന്മാർ. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം പരിഹരിക്കാൻ എന്ത് ഇടപെടലാണ് നടത്തിയത്? സമരം ചെയ്ത ആളുകളോട് സമരം നിർത്താൻ വേണ്ടി പറഞ്ഞു പല ഘട്ടത്തിലും. ഞങ്ങൾ തീർത്തു തരാം. ഒന്നും തീർത്തിട്ടില്ല. സമരക്കാരെ പറഞ്ഞ് പറ്റിക്കുകയുണ്ടായത്. ഞാൻ അതിൻ്റെ പിറകിലാണിപ്പോൾ. കുറേ ദിവസമായിട്ട് ഇവിടെ കണ്ണൂരിലെ യോഗം വിളിച്ചു ചേർത്തു, കളക്ടർ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു. അവിടെ NHAI നിർമ്മിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഖണ്ഡിക്കാൻ തയ്യാറായി. ഞാൻ അവരോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്താൻ അവിടെ ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാം. ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒരു ബസ് അറേഞ്ച് ചെയ്തു. അവരെ മുഴുവനായി വിളിച്ചു ചേർത്ത് ഞാൻ ബസ്സിൽ ഞാൻ ഉൾപ്പെടെ യാത്ര ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവർക്കുൾപ്പെടെ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി എന്ത് നിർമ്മിക്കുന്നുള്ളതല്ല, നിർമ്മിക്കുന്നില്ലെങ്കിൽ നിർമ്മിക്കുന്നത് വരെ അതിൻ്റെ പുറകെ പോയി സമരം ചെയ്യാനും ആവശ്യമെങ്കിൽ നിരാഹാരം ഉൾപ്പെടെ ഇരുന്നിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ ജനങ്ങളുടെ പാർക്കിംഗ്, വാഹനം പാർക്ക് ചെയ്യുന്നതിന് എതിരായി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് മനസ്സിലായില്ലത്? അതൊക്കെ CPM പടച്ചിടുന്നതാണ്. കണ്ണൂരിലെ മൾട്ടി ലെവൽ പാർക്കിംഗ്, ആ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് CPMൻ്റെ മേയർ കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചപ്പോഴാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമാണത്. ആ അമൃത് പദ്ധതി എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനമെടുത്തത് EP ലത മേയറും PK രാഗേഷ് ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിന് മുൻപ് അനുവദിച്ച ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഫണ്ട് വരുമ്പോൾ പദ്ധതി ഉണ്ടാക്കിയത് അവരാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. പക്ഷേ ആ പദ്ധതി മുന്നോട്ട് പോയില്ല. അതിന് ഫണ്ട് മാറ്റിവെച്ചു. ഈ മാറ്റിവെച്ച ഫണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഫണ്ട് ലാപ്സാക്കി എന്നുള്ള ആക്ഷേപം ഞാൻ കേൾക്കണം. ഉപയോഗിച്ചാലോ? ഇപ്പോഴും പറയുന്നത് അത് ദൂർത്തടിച്ചു എന്നാണ്. 12 കോടി രൂപ ചെലവഴിച്ചു, 11 കോടി 12 താഴെ. 2 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പൂർത്തിയായി. ഒരു ഘട്ടത്തിൽ അതിനകത്ത് അതിൻ്റെ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ 102 കാറ് പാർക്ക് ചെയ്തു ഒരു ദിവസം. ISL സൂപ്പർ ലീഗ്, കേരള സൂപ്പർ ലീഗ് KSL നടത്തുമ്പോൾ
102 കാറുകൾ അതിന് മുന്നിൽ പാർക്ക് ചെയ്തു. അപ്പോൾ അത് പ്രവർത്തനക്ഷമമാണ്. അപ്പോൾ കരാറുകാരുമായിട്ട് എന്തോ തർക്കമാണ്. ആ തർക്കം പരിഹരിക്കേണ്ടത് കോർപ്പറേഷനാണ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരാറുകാരനെ ഉൾപ്പെടെ വിളിച്ച് ചേർത്ത് ചർച്ച ചെയ്തു. ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ നടന്നാൽ ചിലപ്പോൾ കഴിഞ്ഞ 2-3 ഒരാഴ്ചക്കുള്ളിൽ അത് പ്രവർത്തനക്ഷമമാകാൻ സാധിക്കും എന്നാണ് ഒരു വിശ്വാസം. ആ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് ഒരു കുഴപ്പമില്ല. അത് നിർമ്മിച്ച് പാഴായി അല്ലെങ്കിൽ നോക്കുകുത്തി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതിന് കൃത്യമായി അതിനകത്ത് വാഹനം കയറ്റി ഇറക്കാൻ പാകത്തിൽ അത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ വസ്തുത മനസ്സിലാക്കണം. ഇപ്പോൾ സമീപകാലത്ത് CPM ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ദേശാഭിമാനി വരുന്ന വാർത്തകൾ അവരുടെ നൈരാശ്യത്തിൻ്റെ പ്രകടനങ്ങളാണ്. എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ 10 വർഷം ഭരിച്ച് അതിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അവർ പറയുന്ന ഓരോ വാക്കും നൈരാശ്യത്തിൽ നിന്നാണ്. അവർക്ക് ആ തോറ്റു എന്നത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റുന്നില്ല. അടക്കി പിടിച്ച് എല്ലിലും ഇറച്ചിയിലും അധികാരത്തിൻ്റെ ആ ഷോക്ക് കയറിയിരുന്നു. അതുപോലെ തന്നെ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അനധികൃതമായി ചെയ്യുന്ന പാർക്കിങ്ങുകളൊക്കെ മാറ്റാൻ പറ്റും. അതൊക്കെ ജില്ലാ ഭരണകൂടവും കോർപ്പറേഷൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. യോഗം ചേർന്ന് കർശനമായ തീരുമാനമെടുത്താൽ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ സ്ഥലമില്ലെങ്കിൽ മാത്രമേ റോഡരികിൽ പാർക്ക് ചെയ്യാവുന്ന നിർദ്ദേശം കൊടുത്താൽ അങ്ങനെ റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനത്തിന് കൃത്യമായ പിഴ ഉൾപ്പെടെ വിധിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോയാൽ കുറേ സുഖമാകും. ഏതായാലും നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന് ജില്ലാ ഭരണകൂടം കൂടെ ഉണ്ടാകും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല പദ്ധതികളും കൊണ്ടുവന്നാലും ആ പദ്ധതികൾ പരാജയപ്പെടുത്തുന്ന ഹീനമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. കോർപ്പറേഷൻ തന്നെ പല കാര്യങ്ങളും വരുമ്പോൾ CPMൻ്റെ നിലപാടുകൾ വ്യത്യസ്തമാണ്. ഞാൻ മേയറായിരിക്കുന്ന സമയത്ത് അന്ന് മന്ത്രിയായിരുന്ന CPMൻ്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അദ്ദേഹം പറഞ്ഞു, വികസന പ്രവർത്തനത്തിന് പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ തനത് ഫണ്ടും മാത്രമല്ല മറ്റ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കൂടി അവരുടെ CSR ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തണം. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ഡയാലിസ് യൂണിറ്റ് ആറ്റടപ്പയിലുണ്ട്. ആ ഡയാലിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് ഒരു വർഷം 48 ലക്ഷം രൂപ ചിലവ് വരും. അപ്പോൾ അത് അവിടെ ആവശ്യമുള്ള ഡോക്ടർ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ സാലറി ഉൾപ്പെടെയുള്ളതാണ്. അത് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടറി ക്ലബിനെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അവർ രംഗത്ത് വന്നു. ആ റോട്ടറി ക്ലബിനെ അത് ഏൽപ്പിക്കുമ്പോൾ റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ തലത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സാമൂഹ്യ സന്നദ്ധ സംഘടനയാണ്. ലാഭം ഉണ്ടാക്കുന്ന സംഘടനയല്ല. അപ്പോൾ ആ സംഘടനയെ അത് ചുമതലപ്പെടുത്തുമ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ കോർപ്പറേഷൻ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് മാത്രം ഡയാലിസ് നടത്തും. പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വേറെ തന്നെ ചെയ്യും. അവരത് ചെയ്യാൻ തയ്യാറായി. അത് കൗൺസിലിലേക്ക് വന്നപ്പോൾ CPM അതിനെ എതിർത്തു. കോർപ്പറേഷൻ്റെ ഫണ്ട് വെച്ച് ചെയ്താൽ മതി, ഇപ്പോൾ പുറത്തുനിന്ന് കാശ് സ്വീകരിക്കാൻ പാടില്ല. കാശല്ല, അവരുടെ സേവനമാണ്. ആ ഡോക്ടർമാർക്ക് ശമ്പളം ഞങ്ങൾ കൊടുത്തോളാം, ടെക്നീഷ്യൻസിന് ശമ്പളം ഞങ്ങൾ കൊടുത്തോളാം. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന പോലെ ഡയാലിസിന് വരുന്ന ആളുകളിൽ നിന്ന് കാശ് ഈടാക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ കാര്യമാണ്. അതിനെ എതിർത്ത് സമരം ചെയ്തു അവർ. അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോഴെന്താ അവസ്ഥ? ഏറ്റവും വലിയ ആശുപത്രിയിൽ ഒരു ഡയാലിസിന് 2000 രൂപ വാങ്ങുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ നടന്ന ഡയാലിസ് യൂണിറ്റിൽ ഒരു ഡയാലിസ് ചെയ്യാൻ ഇപ്പം ചിലവാകുന്നത് അവിടുത്തെ ഡയാലിസിൻ്റെ എണ്ണവും ചിലവാകുന്ന തുകയും കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന സംഖ്യ ഒരു ഡയാലിസിന് 5000-ഓളം രൂപയാണ്. അപ്പോൾ പൊതുപണം ഇങ്ങനെ ദൂർത്തടിക്കുകയാണ്. അതിനെന്താ കോർപ്പറേഷൻ്റെ ഫണ്ടല്ലേ എന്നാണ് കൗൺസിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് കണക്ക് പറയണമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കണക്ക് പറയുന്നില്ല, അത് നമ്മളിപ്പോൾ ഡയാലിസല്ലേ നടത്തേണ്ടത്. അതിന് കോർപ്പറേഷൻ ഒരു ഡയാലിസിന് 5000 രൂപ ചിലവഴിച്ചിട്ട് നടത്തുന്നതാണോ ഉചിതം? അതല്ല, അത് ചിലവഴിക്കാതെ ഒരു റോട്ടറി പോലുള്ള ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ അവർ ചെയ്യുന്ന സൗകര്യം സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ 48 ലക്ഷം രൂപ കോർപ്പറേഷൻ്റെ മറ്റു വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണോ നല്ലത്? അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരാണ് CPM. അവരിനിയും പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല, ഇനി പഠിക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം അവരുടെ ഓരോ നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ, ഇപ്പോൾ ഈ പ്രളയം ഉണ്ടായി കുറച്ച് സ്ഥലത്തൊക്കെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പഴയ പത്രങ്ങളും പഴയ വാർത്തകളും ഒന്ന് പരിശോധിക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ നടന്ന ഇതുപോലുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് UDFും കോൺഗ്രസും സ്വീകരിച്ച നിലപാടുകൾ, ഇന്ന് CPM സ്വീകരിക്കുന്ന നിലപാട്, അതൊന്നും താരതമ്യം ചെയ്താൽ അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗണത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും.
അതുപോലെ തന്നെ അന്ന് MP സുധാകരൻ പറഞ്ഞു യാത്രക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. ഈ റോഡുകളും അതായത് താഴേച്ചുവ മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം, അതുപോലെ തന്നെ സുഗമമായ യാത്ര ഒരുക്കണമെന്ന് സുധാകരൻ സാർ പറയണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് അതായത് MLA ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോൾ KC വേണുഗോപാലിന്റെ സാറിന്റെ അതൊരു കാര്യം തന്നെ. സുഗമമായ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം പ്രയാസം ഉണ്ടാവും. കാൽടെക്സിൽ ഈ NS ടാക്കീസിനടുത്തുള്ള കൾവെട്ട് 20-ാം തീയതി തുറക്കുന്നു. 20-ാം തീയതിക്ക് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഭാഗം തുറക്കും. 18-ാം തീയതി 20-ാം തീയതി കഴിയുമ്പോൾ 21, 3 ദിവസം കഴിഞ്ഞാൽ മറുഭാഗം തുറക്കും. ആകെ 20-ാം തീയതി ആകുമ്പോഴേക്ക് പൂർണ്ണമായും തുറക്കും. അത് തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ ഗതാഗത സുഖമാകും. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ സമയബന്ധമായി ചെയ്യും. ഇപ്പം പ്രയോറിറ്റി കൊടുത്തതാണെങ്കിൽ 2013 ഡിസൈൻ ചെയ്ത് 2016-17 ആരംഭിച്ചാണ് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി. 10 വർഷം ഭരിച്ചു. സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയിൽ അവസാനം ചില ഭാഗത്ത് കൈവരി സ്ഥാപിക്കുകയാണ്. ഇപ്പം ചെറിയ ഭാഗത്ത് ബാക്കിയുള്ള ഒരു പ്രവൃത്തി നടന്നിട്ടില്ല. അപ്പോൾ വാഗൊണ്ട് പറയാൻ എളുപ്പമാണ്. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ താല്പര്യം വേണം. ആ താല്പര്യമൊന്നും ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA കാണിച്ചിട്ടില്ല. നല്ലതിനെ എതിർക്കുന്ന സമീപനം. കോർപ്പറേഷൻ്റെ ഭരണത്തിൽ നൈരാശ്യം കൊണ്ട് ഇപ്പോൾ എല്ലാ ഇതിലും കോർപ്പറേഷൻ എതിർത്തുകൊണ്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കോർപ്പറേഷനെ എതിർക്കുമ്പോൾ 3.25 വർഷം ഇടതുപക്ഷം ഭരിച്ചു. ആ ഇടതുപക്ഷം ഭരിച്ച 3.25 വർഷക്കാലത്തിനിടയിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കം കുറിച്ച ഒരു കാര്യം പറയാൻ പറ്റുമോ? ഒന്നും നടപ്പാക്കിയിട്ടില്ല. ചെയ്തതൊക്കെ പിന്നീട് UDF വന്നപ്പോഴാണ്. പടന്നപ്പാലത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കേരളത്തിലെ നമ്പർ 1 പ്ലാന്റാണ് ഇപ്പോഴും. അതിനകത്ത് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ചിലപ്പോൾ ഓവർഫ്ലോ വരുമ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ വെള്ളം വിട്ടെന്ന് വരും. അതിൻ്റെ വീഡിയോ എടുത്തു കൊണ്ടതിൻ്റെ അത് പരാജയമാണെന്ന് ശ്രമിക്കാൻ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്ത് പോയ ടീം ഇവിടെ വന്ന് അതിൻ്റെ പ്രവർത്തനം പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവർ ഉൾപ്പെടെ പറഞ്ഞു, അമൃതിൻ്റെ ആളുകൾ പറഞ്ഞു, ഉത്തരവാദപ്പെട്ട ആളുകൾ, കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തതും ഏറ്റവും നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്നതുമായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്, മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് പടന്നപ്പാലത്തുള്ളത്. അപ്പോൾ അവർക്ക് നിഷേധിക്കാൻ കഴിയും. എന്തുകൊണ്ട് അവർക്ക് ആരംഭിക്കാൻ പറ്റില്ല? ഫണ്ട് അവരാണ്. ആ ഫണ്ട് എന്നല്ല, ആ പ്രോജക്റ്റ് ആലോചിച്ചത് അവരാണ്. എന്തുകൊണ്ട് തുടങ്ങിയിട്ടില്ല? അപ്പോൾ തുടങ്ങി പൂർത്തീകരിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇതുണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പം നൈരാശ്യമാണ് അവർക്ക്. അവർ ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ പുതിയ സമൂഹം ജൻസി അവരൊക്കെ ഇത് വളരെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നു. ആ ബോധ്യം അവർക്കുണ്ടായാൽ നല്ലത്. കേരളത്തിലെ നമുക്ക് പാഠമെന്ന് പറയുന്നത് ബംഗാളാണ്, ത്രിപുരയാണ്. CPM അത് മറന്നു പോകരുത്. ഈ പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദ മാഷും അതിനെ ചവിട് പിടിച്ച് അതിന് പഠിക്കുന്ന ചില നേതാക്കന്മാരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എത്രമാത്രം വികൃതമാണ് എന്ന് ഒന്ന് സ്വയം കണ്ണാടി നോക്കിയാൽ മനസ്സിലാകും. അത് ഗോവിന്ദ മാഷുടെ മകൻ തന്നെ പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോക്ക് ടവർ ഇനി ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നഗരം ഭംഗിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ റോഡിലെ വരയും കുറി, അതായത് സീബ്ര ലൈനുകളൊക്കെ പുനഃസ്ഥാപിക്കും. അതൊക്കെ ചെയ്യും. കഴിവൊന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കോർപ്പറേഷനാണ്. അത്തരം കാര്യങ്ങളൊക്കെ കോർപ്പറേഷനോട് അഭിപ്രായം ചോദിച്ചാൽ മതി. കോർപ്പറേഷൻ അഭിപ്രായം പറയും. എൻ്റെ MLA എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യത്തിൽ കോർപ്പറേഷനുമായിട്ട്, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം ജില്ലാ ഭരണകൂടമായിട്ട്, ഇവരെ മുഴുവനായി ചേർത്ത് നിർത്തി ഒന്നിച്ച് കൊണ്ടുപോകേണ്ട കാര്യത്തിൽ അങ്ങനെ അതിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ മുന്നിലുണ്ടാവും. MLA ഫണ്ട് ഉപയോഗിച്ച്, ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി സമയബന്ധിതമായി തീർക്കുക എന്നതിന് മുൻഗണന നടത്തി മുന്നോട്ട് പോകും.